മുനമ്പം ജനത ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പ്രതീകമാണെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. മുനമ്പം ജനതയുടെയും മലയോര മേഖലയിലെ ജനങ്ങളുടെയും ആശമാരുടെയും ഒപ്പം ചേരണം. ഇതാണ് ക്രൂശിതരെന്നും തോമസ് ജെ നെറ്റോ പറഞ്ഞു. എളിയവരുടെ അവകാശങ്ങളും ദരിദ്രരുടെ ന്യായമായ ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞത്തിൽ യേശുവിനെ പോലെ അനേകർ ഇന്ന് വ്യാപൃതരാണ്. തങ്ങളുടെ ഭൂമിയും ഭവനവും സംരക്ഷിക്കാൻ പോരാടുന്ന മുനമ്പം നിവാസികൾ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്ന മലയോര ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ആളുകൾ, ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ആശാപ്രവർത്തകർ, ഇവരോടൊപ്പം ചേരാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമോ? ഇതാണ് ക്രൂശിതൻ ഉയർത്തുന്ന വെല്ലുവിളി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ആദ്യ വരി മുനമ്പം ജനത ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. അതായത് മുനമ്പം വിഷയത്തിൽ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു സഭ എന്നതിന് ഇനിയൊരു തെളിവ് വേണം. തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലത്തീൻ സഭ മുനമ്പം വിഷയത്തെ അത്രമാത്രം പ്രാധാന്യത്തോടു കൂടി കാണുന്നതെന്ന് തന്നെ നമുക്ക് ഈ ദുഃഖവെള്ളി ദിനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദുഃഖവെള്ളി ദിനത്തിൽ സമാധാന പ്രാർത്ഥനയിലാണ് ക്രൂശിക്കപ്പെട്ടവരുടെയും പീഡനം അനുഭവിക്കുന്നവരുടെയും മുഖമായ യേശുക്രിസ്തുവിന്റെ മുഖം എടുത്തു കാണിക്കുന്നത്. അത് ഏറ്റവും ആദ്യം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് മുനമ്പം ജനതയാണ്. പിലാത്തോയുടെ ഭവനം മുതൽ ഗാഗുൽത്താൾ മല വരെ ഈ യേശുക്രിസ്തു അനുഭവിച്ച യാതനകൾ, യേശുക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ട മുഖം, അത് മുനമ്പം ജനതയുടേതാണെന്ന് ഈ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ തന്റെ സമാധാന പ്രസംഗത്തിൽ പറയുമ്പോൾ അത് മുനമ്പം ജനതയോടുള്ള ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും ശക്തിയേറിയ ഐക്യദാർഢ്യ പ്രഖ്യാപനമാണെന്ന് കൂടി മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയോര മേഖലയിലെ ജീവിതങ്ങൾ. നമുക്കറിയാം, സംസ്ഥാനത്തെ വന്യജീവി പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മലയോര മേഖലയിലെ ജീവിതങ്ങളെയും അദ്ദേഹം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കുരിശിന്റെ വഴിയിലെ ദിവസത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആശാവർക്കർമാരുടെ വേതനത്തിനായി സർക്കാരിനോട് യാചിക്കുന്ന ആശാവർക്കർമാരും യേശുക്രിസ്തുവിന്റെ പ്രതീകമായി ക്രൂസിഫിക്കേഷന് വിധേയമായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ പ്രതീകമായി തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ലത്തീൻ സഭ കൈക്കൊള്ളുന്ന നിലപാട് കൂടിയാണ് ഒരുപക്ഷെ ഈ സമാധാന പ്രസംഗത്തിൽ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ദുഃഖവെള്ളി ദിനത്തിൽ പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ നടത്തിയ ഈ സമാധാന പ്രസംഗത്തിലും ശുശ്രൂഷകളിലുമായിരുന്നു ഈ സഭ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയത്. എല്ലാ കാലത്തും ഇത്തരം വേളകളിൽ സഭയുടെ സമാധാന പ്രസംഗത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാറുണ്ടെങ്കിലും മുനമ്പം വിഷയം പോലുള്ളൊരു വിഷയത്തിൽ അല്ലെങ്കിൽ മുനമ്പം പോലുള്ള പ്രശ്നത്തിൽ സഭ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നുകൂടി വേണം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ദൈവപുത്രന്റെ ഏറ്റവും വേദനയാകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ മുറിവേറ്റപ്പെട്ട ഒരു മുഖം, ആ മുഖം ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കുന്നവരുടെ മുഖമായി തന്നെ എടുത്തു കാണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും ശക്തമായിട്ടുള്ള നിലപാട് ഈ വിഷയത്തിൽ സഭ സ്വീകരിച്ചിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൃഷ്ണരാജ്.